അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തിനുള്ളിൽ ഒരു അധിനിവേശം നടക്കുന്നുണ്ടെന്ന് ഗുരുതരമായ മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റ് ഉയർത്തിയിരിക്കുകയാണ്. വിർജീനിയയിലെ മറൈൻ കോർപ്പസ് ബേസ് ക്വാണ്ടിക്കോയിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളും അരക്ഷിതാവസ്ഥയും പരിഹരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആവശ്യമെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ സൈന്യത്തെ ഇറക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ട്രംപിന്റെ പ്രസ്താവനകളുടെ കാതൽ അമേരിക്ക ഇന്ന് നേരിടുന്നത് ഒരു വിദേശ ശത്രുവിൽ നിന്നുള്ള ഭീഷണിയേക്കാൾ ഉപരിയായി രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു അധിനിവേശമാണ് എന്നുള്ളതാണ്. നമ്മൾ ഉള്ളിൽ നിന്നുള്ള അധിനിവേശത്തിലാണ് എന്ന് ട്രംപ് പറഞ്ഞു. ഒരു വിദേശ ശത്രുവിൽ നിന്ന് വ്യത്യസ്തനല്ല, പക്ഷേ അവർ യൂണിഫോം ധരിക്കാത്തതിനാൽ പല തരത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ട്രംപിന്റെ ഈ ഉപമ കുറ്റകൃത്യങ്ങളും അരാജകത്വവും സൃഷ്ടിക്കുന്നവരെ ഒരു ആഭ്യന്തര ശത്രു എന്ന നിലയിൽ ചിത്രീകരിക്കുന്നതാണ്. ഈ പ്രസ്താവനയിലൂടെ രാജ്യത്തിന്റെ സുരക്ഷാ ഭീഷണികളെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. പരമ്പരാഗതമായ യുദ്ധങ്ങളെക്കാൾ ആഭ്യന്തര സംരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെയാണ് തന്റെ ഭരണകൂടം കൂടുതൽ ഗൗരവത്തോടെ കാണുന്നതെന്ന സൂചനയാണത്. ഈ ഭീഷണി ഒരു സൈനിക നീക്കത്തിലൂടെ നേരിടേണ്ട ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ചില നഗരങ്ങളിലെ നിലനിൽക്കുന്ന കുറ്റകൃത്യങ്ങളും അരക്ഷിതാവസ്ഥയും കാരണം അത്തരം സ്ഥലങ്ങളിൽ സൈനിക പരിശീലനം നടത്താൻ താൻ നിർദ്ദേശിച്ചതായി ട്രംപ് വെളിപ്പെടുത്തി. അമേരിക്കയുടെ സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രങ്ങളായ പല പ്രധാന നഗരങ്ങളെയും അദ്ദേഹം പേരെടുത്ത് വിമർശിച്ചു. സാൻ ഫ്രാൻസിസ്കോ, ചിക്കാഗോ, ന്യൂയോർക്ക്, ലോസ് ഏഞ്ചലസ് എന്നീ നഗരങ്ങളാണ് ട്രംപിന്റെ വിമർശനങ്ങൾക്ക് പ്രധാനമായും ഇരയായത്. ഈ നഗരങ്ങൾ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഈ നഗരങ്ങളിലെ കുറ്റകൃത്യങ്ങളുടെ വർധനവിനെ അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ കഴിവില്ലായ്മയായി ട്രംപ് ചിത്രീകരിച്ചു. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ മുറിയിലുള്ള ചില ആളുകൾക്ക് ഇതൊരു പ്രധാന ഭാഗമാകും. ഇതൊരു യുദ്ധമാണ്, ഉള്ളിൽ നിന്നുള്ള ഒരു യുദ്ധമാണിത്. രാജ്യത്തിലെ സൈനിക ശക്തി ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കാനുള്ള തന്റെ താല്പര്യം അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. ഓരോ നഗരത്തെയും ശരിയാക്കുമെന്നും ഈ യുദ്ധം ജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ കുറ്റകൃത്യ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ ഭരണകൂടം നേരത്തെ തന്നെ ചില നിയമപരമായ നീക്കങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി നാഷണൽ ഗാർഡിനെ ചിക്കാഗോയിൽ വിന്യസിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഇത്തരം നടപടികൾക്ക് കൂടുതൽ നിയമപരവും രാഷ്ട്രീയപരവുമായ അടിത്തറ നൽകുന്നു. നാഷണൽ ഗാർഡിനെ വിന്യസിക്കാനുള്ള നീക്കം കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ ഫെഡറൽ ഇടപെടലിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രാദേശിക പോലീസ് സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കാതെ ഫെഡറൽ ഏജൻസികളെയും സൈനികരെയും ഉപയോഗിച്ച് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ട്രംപിന്റെ താല്പര്യം ഇതിലൂടെ വ്യക്തമാകുന്നു. ഇതിനു മുൻപ് വാഷിംഗ്ടൺ DC-യിലെ കുറ്റകൃത്യങ്ങൾ കുറച്ചതിൽ ട്രംപ് ഭരണകൂടത്തെ അദ്ദേഹം പ്രശംസിച്ചിരുന്നു. നല്ല ഭരണം കൊണ്ടാണ് വാഷിംഗ്ടൺ DC സുരക്ഷിതമായി മാറിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ താരതമ്യം നിലവിൽ വിമർശിക്കുന്ന നഗരങ്ങളിലെ ഭരണകൂടങ്ങൾ മോശം ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്ന വിമർശനമാണ് ട്രംപ് ഉയർത്തുന്നത്. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സംസ്ഥാനങ്ങളുടെയും നഗരങ്ങളുടെയും അധികാര പരിധിയിൽ ഫെഡറൽ സർക്കാർ സൈനികമായി ഇടപെടുന്നതിന്റെ നിയമപരവും ഭരണഘടനാപരവുമായ സാധ്യതയെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത്. പോസി കമ്മിറ്റഡ്സ് ആക്ട് അനുസരിച്ച് ആഭ്യന്തര ക്രമസമാധാന പാലത്തിനായി ഫെഡറൽ സൈന്യത്തെ ഉപയോഗിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. ട്രംപിന്റെ വിമർശനത്തിന് വിധേയരായ നഗരങ്ങളിലെ മേയർമാർ ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കൾ ട്രംപിന്റെ പ്രസ്താവനകളെ ശക്തമായി എതിർക്കാൻ സാധ്യതയുണ്ട്. ജനാധിപത്യ കക്ഷിക്ക് ഭൂരിപക്ഷമുള്ള നഗരങ്ങളെ ലക്ഷ്യമിട്ടാണ് ട്രംപ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിമർശനവും ഉയർന്നിട്ടുണ്ട്. ട്രംപിന്റെ കാഴ്ചപ്പാടിൽ ഈ നഗരങ്ങളിലെ ഉദാരമായ ഭരണ രീതികളാണ് കുറ്റകൃത്യങ്ങളുടെ വർധനവിന് കാരണമെങ്കിൽ പ്രതിപക്ഷം ഇതിനെ വംശീയതയോടെയും രാഷ്ട്രീയ പകപോക്കലോടെയുമുള്ള നീക്കമായി ചിത്രീകരിക്കും. അമേരിക്കൻ സൈനിക തലപ്പത്തുള്ളവർക്കിടയിലും ഇത് ആശങ്കയുണ്ടാക്കിയേക്കാം. സൈന്യത്തിന്റെ പ്രാഥമിക ധർമ്മം രാജ്യത്തെ ബാഹ്യമായ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ സൈന്യത്തെ വിന്യസിക്കുന്നത് സൈനികരുടെ മനോവീര്യത്തെയും സൈന്യത്തോടുള്ള പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിനെയും ബാധിച്ചേക്കാം. ഈ പ്രസ്താവനകൾ 2024 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതിയ ദിശാബോധം നൽകുമെന്നും കുറ്റകൃത്യങ്ങളും ക്രമസമാധാനവും ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമായി മാറുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ ആഭ്യന്തര അധിനിവേശ സിദ്ധാന്തം അദ്ദേഹത്തിന്റെ അനുനായികൾക്കിടയിൽ വലിയ പിന്തുണ നേടാനും രാഷ്ട്രീയ എതിരാളികൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്.